നമസ്കാരം. ഇന്ന് നിർണായകം. ഡ്രോണുകളും പീരങ്കികളുമായി ഇറാൻ സേന സജ്ജമാണ്. അമേരിക്കൻ സേന ഇറാന്റെ തീരത്ത് മിസൈൽ ഒരുക്കി കാത്തിരിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും പതറാതെ ഇറാൻ മുന്നോട്ട് പോകുന്നു. അമേരിക്കൻ ഭീഷണി കാറ്റിൽ പറത്തിക്കൊണ്ട് തെക്കൻ തീരങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനിക അഭ്യാസ ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളും അടക്കമുള്ള യുദ്ധോപകരണങ്ങൾ നിരത്തി സൈനികാഭ്യാസ പ്രകടനം നടന്നു. അമേരിക്കൻ ഭീഷണിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തെക്കൻ തീരങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനികാഭ്യാസങ്ങൾ ഇത്തരത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. യുഎസിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനികാഭ്യാസം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളും അടക്കമുള്ള യുദ്ധോപകരണങ്ങൾ നിരത്തി സൈനികാഭ്യാസ പ്രകടനം നടത്തുന്നത് എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ ശക്തി എന്താണ് എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ രാജ്യത്തിന്റെ തെക്കൻ തീരങ്ങളിൽ സൈനികാഭ്യാസം നടത്തിയെന്ന് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇറാൻ ഒരുക്കമാണ് എന്നുള്ളതാണ്. എന്തിനും ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തയ്യാറാണ് എന്നുള്ളതാണ്. ഡ്രോണുകൾ ഒരുക്കി മിസൈലുകൾ ഒരുക്കി കാത്തിരിക്കുന്ന ഇറാനെയാണ് കാണാൻ കഴിയുന്നത്. കരയിൽ നിന്ന് കടലിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, റോക്കറ്റുകൾ, പീരങ്കികൾ, വിവിധ ഡ്രോണുകൾ എന്നിവ പരീക്ഷിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. സേനാ വിന്യാസം കാട്ടിയുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പും ഭീഷണികളും അന്ത്യശാസനങ്ങളും തുടരുന്നതിനിടെയാണ് ഇറാന്റെ സൈനികാഭ്യാസം എന്നുള്ളത് ഓർക്കുക. എന്നാൽ അമേരിക്കയുടെ ഭീഷണിയിൽ ഏകപക്ഷീയമായിട്ടുള്ള കരാറുകൾക്ക് വഴങ്ങില്ല എന്നുള്ള നിലപാടെടുക്കുകയാണ് ഇറാൻ അവിടെ വീണ്ടും. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ വട്ട ചർച്ചകൾ ഇന്ന് സ്വിറ്റ്സർലൻഡിന്റെ ജനീവയിൽ നടക്കുന്നു. എന്നാൽ ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെ ഗൾഫ് മേഖലയിലേക്ക് വൻതോതിൽ സൈനിക വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിച്ചുകൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് US വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇറാന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ജിയും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആണവ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുന്നതിന് പകരം ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്ന രീതിയിലുള്ള കരാറിലേക്കാണ് ഇറാനെ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് US-ന്റെ മുമ്പിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രണ്ടാമതും അധികാരമേറ്റ ശേഷമുള്ള തന്റെ ആദ്യ US കോൺഗ്രസിലെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ വീണ്ടും ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് വിഷം തുപ്പുന്ന പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഇറാൻ യുദ്ധ സജ്ജീകരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഫെബ്രുവരി 24 ചൊവ്വാഴ്ച നടന്ന പ്രസംഗം. ആ പ്രസംഗത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം തകർക്കുന്ന പ്രധാന ശക്തിയായിട്ട് ഇറാനെ ചിത്രീകരിക്കുവാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നീക്കങ്ങളും ഉപരോധങ്ങളുമാണ് മേഖലയിലെ യഥാർത്ഥ പ്രതിസന്ധി എന്ന് വ്യക്തമാകുന്നു. ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഇറാനെതിരെ ആണവായുധ ആരോപണങ്ങൾ ആവർത്തിച്ചപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം തികച്ചും പക്വവും നയതന്ത്രപരവുമായിരുന്നു. ട്രംപിന്റെ പ്രസംഗത്തിന് കേവലം 10 മണിക്കൂർ മുമ്പ് ഇറാന്റെ പ്രമുഖ നയതന്ത്ര ശാസ്ത്രജ്ഞൻ അബ്ബാസ് അരഗാച്ചി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു സാഹചര്യത്തിലും ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്നാണ്. സമാധാനപരമായിട്ടുള്ള ആണവോർജ്ജ ഉപയോഗം എന്ന തങ്ങളുടെ അവകാശത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ആയുധങ്ങൾ തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇവിടെ ഇറാന്റെ അധികാരക്കോട്ടയിൽ അലി ലാരിജാനി എന്ന ട്രംപ് കാർഡ്, ആ ട്രംപ് കാർഡ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഖമാനിക്ക് ശേഷം ആരാണ് എന്നുള്ള ചോദ്യം ഉയരുമ്പോഴാണ്. അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇറാൻ കണ്ടെത്തിയ കരുത്തുറ്റ കാവൽക്കാരൻ എന്ന് പറയപ്പെടുന്ന അലി ലാരിജാനിയാണ്. കാരണം ആയത്തുള്ള അലി ഖമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം അധികാരക്കോട്ടയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അമേരിക്ക പലപ്പോഴും കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറുന്ന ചരിത്രമാണുള്ളത്. ട്രംപ് ആണവ ചർച്ചകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ ആത്മാഭിമാനത്തെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളാണ്. എന്നിരുന്നാലും മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുവാൻ നയതന്ത്രത്തിന് മുൻഗണന നൽകുമെന്ന് ഇറാൻ മന്ത്രിയായിട്ടുള്ള വിദേശകാര്യമന്ത്രിയുള്ള അരാഗ്ജി വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സമാധാന ഇച്ഛ വെളിവാക്കുന്നുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ അമേരിക്കയുടെ അന്താരാഷ്ട്ര നിയമലംഘനം അടക്കമുള്ളതാണ്. എന്നിട്ട് കൂടി അതിന് സഹിക്കാൻ ഇറാൻ തയ്യാറാകുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള നതാൻസ്, ഫോഡോ കൂടാതെ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ, അത് സൈനിക ആക്രമണത്തെ ട്രംപ് തന്റെ പ്രസംഗത്തെ വീരകൃത്യമായിട്ട് വാഴ്ത്തി പറയുന്നുണ്ട്. ഒരു പരമാധികാരി രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ഈ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നുള്ളതാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും വേണ്ടി പടുത്തുയർത്തിയ നിർമ്മിതികളെ തുടച്ചു നീക്കി എന്ന് ആക്രോശിക്കുന്ന ട്രംപിന്റെ നിലപാട് ആധുനിക ലോകത്തിനൊരിക്കലും ചേർന്നതല്ല എന്ന് പറയട്ടെ. ഭാവിയിൽ ഇറാൻ തങ്ങളുടെ ആയുധ പരിപാടികൾ പുനർനിർമ്മിക്കരുത് എന്ന ട്രംപിന്റെ ഭീഷണി ഒരു രാജ്യത്തിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളെ സൈനികമായിട്ട് തകർക്കുക എന്ന നയമാണ് ട്രംപ് ഇപ്പോൾ ഇവിടെയും പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ അന്തരിച്ച ഇറാനിയൻ കമാൻഡറായിട്ടുള്ള ജനറൽ ഖാസിം സുലൈമാനി
ആ ഖാസിം സുലൈമാനിയെ വധിച്ചതിനെ കുറിച്ച് ട്രംപ് വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെടുന്നതും ഇറാന്റെ മുറിവിൽ ഉപ്പുവെക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. പ്രകോപിപ്പിക്കുകയാണ്. മേഖലയിൽ IS പോലുള്ള ഭീകരവാദ സംഘടനകളെ തുരത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സൈനിക നേതാവായിരുന്നു സുലൈമാനി എന്നും 2020 ബാഗ്ദാദിൽ വെച്ച് അദ്ദേഹത്തെ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് ഭീരുത്വപരമായിട്ടുള്ള നടപടിയാണ് എന്നാണ് ഇറാൻ കാണുന്നത്. സുലൈമാനിയെ ഭീകരതയുടെ വക്താവ് എന്ന് വിശേഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ട്രംപ് അദ്ദേഹം ആ മേഖലയിൽ ജനങ്ങൾക്ക് നൽകിയ സുരക്ഷയും സ്ഥിരതയും ഒപ്പം തന്നെ വിസ്മരിക്കാവുന്നതല്ല എന്ന് പറയട്ടെ. ഇറാന്റെ കരുത്തായിരുന്ന ഒരു ജനറലിനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയിട്ടും ഇറാന്റെ പോരാട്ട വീര്യം തകർക്കുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഭരണമാറ്റ ശ്രമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇറാൻ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ 32,000 പേർ കൊല്ലപ്പെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദം തികച്ചും അതിശയോക്തിപരവും തെളിവുകളില്ലാത്തതുമാണ്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെ ഒരു ഭരണമാറ്റം ലക്ഷ്യമിടാനും അമേരിക്ക കാലങ്ങളായി ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പെരുപ്പിച്ച കാട്ടിയ കണക്കുകൾ അത് ലോകത്തിന് മുന്നിൽ ട്രംപ് അവതരിപ്പിക്കുന്നത്. 47 വർഷമായി ഇറാൻ ഭരണകൂടം തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന ട്രംപിന്റെ ആരോപണം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളുള്ള അമേരിക്കയുടെ അസഹിഷ്ണുതയാണ് വെളിപ്പെടുത്തുന്നത്. ഉപരോധങ്ങളിലൂടെ ഇറാനിയൻ ജനതയെ പട്ടിണിക്കിട്ടും സാമ്പത്തികമായിട്ട് തളർത്തിയും തങ്ങളുടെ വരുതിയിലാക്കുവാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും ഇറാൻ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ US കോൺഗ്രസിലെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗം സമാധാനത്തിനുള്ള ആഹ്വാനമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിനുള്ള വിളംബരമാണ്. ഭീഷണിയുടെയും സൈനിക ആക്രമണങ്ങളുടെയും ഭാഷ ഉപയോഗിച്ച് ഇറാനെ തകർക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. അമേരിക്കൻ കടന്നുകയറ്റങ്ങൾക്കിടയിലും സ്വന്തം തനിമയും പരമാധികാരവും സംരക്ഷിക്കുവാൻ ഇറാൻ നടത്തുന്ന പോരാട്ടം ലോകത്തെ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്കെന്നും പ്രചോദനമാണ്. സമാധാനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിക്കുമ്പോഴും ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കുവാൻ ഇറാൻ സജ്ജമാണ് എന്ന സന്ദേശമാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത് എന്ന് മറക്കാതെ ഓർക്കുക. അതേസമയം ഇറാൻ ഇന്ന് നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? വെടിപൊട്ടാൻ മണിക്കൂറുകൾ മാത്രമുള്ള ഉള്ളത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? ഇന്നത്തെ ചർച്ച കൂടി പരാജയപ്പെടുകയാണ് എങ്കിൽ അടുത്ത നിമിഷം ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡ്രോണുകളും പീരങ്കികളുമായിട്ട് തന്നെയാണ് ഇറാൻ സേന ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുന്നത്. അമേരിക്കൻ സേന ഇറാന്റെ തീരത്ത് മിസൈൽ ഒരുക്കി കാത്തിരിക്കുന്നതും ആ ഒരു നിർണായകമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട്.